കാണുന്നത് 8 അടി 9 അടി ഉയരമുള്ള ചേന. ഇവിടെ കറിവേപ്പില വളരില്ല എന്നാണ് എൻ്റെ അമ്മ പറയാറ്. ഇതാ കറിവേപ്പില ധാരാളം പിടിച്ചു വന്നിരിക്കുന്നു. അടുത്ത് കാണുന്ന തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന സൗഹൃദ ചീരയാണ്. നല്ലൊരു ചീര, സ്വാദ് കുറവാണെന്ന് മാത്രം. ഇതാ കഴിഞ്ഞ ആഴ്ച വെട്ടിയിട്ട ഒരു തെങ്ങ്, മനസ്സോടെ വെട്ടിയതാണ്. അതിവിടെ ഒരു കുഴിയിൽ ഇട്ടിരിക്കുകയാണ്. ഇത് മണ്ണിട്ട് മൂടിയാൽ അടുത്തുള്ള കിണറുകൾക്കും കുളങ്ങൾക്കും ദോഷം വരും എന്നതിനാൽ അതിൻ്റെ മീതെ കുമ്മായം ഇട്ടിട്ടുണ്ട്. ഇനി വീണ്ടും കുമ്മായം ഇടും. ഒരു മാസം കഴിഞ്ഞാൽ ചാണകവെള്ളം തളിക്കും. അതിനുശേഷം പച്ചക്കക്ക പൊടിച്ചത് എല്ലാ മാസവും കുറേശ്ശായിട്ട് ഇട്ടുകൊണ്ടിരിക്കും. അത് മണ്ണിനോട് ലയിക്കും. അങ്ങനെ അത് ഇവിടെ ഗുണം ചെയ്യും. അടുത്തായിട്ട് കാണുന്ന ഒരു പ്ലാവാണ്. അതിനെക്കുറിച്ചുള്ള വിശേഷം പറയുന്നതിന് മുൻപ് ഇതാ ഇലകൾ സംസ്കരിക്കുന്ന ഒരു പരിപാടി. ഇതിന് പുതിയതായിട്ടൊരു ഫ്രെയിം ഞാൻ ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അടിച്ചു വാരി കിട്ടുന്ന അയൽപ്പക്കത്തെയും ഇവിടുത്തെയും അനുജൻ്റെ വീട്ടിലെയും ഇലകൾ മാത്രം ഇതിൽ കൊണ്ടിടും. അത് അളിഞ്ഞ് ഏറ്റവും താഴെ നല്ല വളമായിരിക്കും. അത് വളമെടുക്കാൻ തക്കവണ്ണം ഒരു ദ്വാരമുള്ള ഒരു ഫ്രെയിമാണ് നിർമ്മിക്കാനായിട്ട് ഇന്നലെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതാ വീണ്ടും കറിവേപ്പില. ഇവിടെ കറിവേപ്പില പറയില്ല എന്നാണ് പറഞ്ഞത്. ഇത് 2 അവോക്കാഡോ വൃക്ഷങ്ങളാണ്. ഇതാ 2 അവോക്കാഡോ വൃക്ഷം, പ്ലാവ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മോതിര വലയം അല്ലെങ്കിൽ മോതിര വളയം എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് അധികകാലമായിട്ട് ഞാൻ ചെയ്തിട്ട്. അവിടെ തൊലി അടർത്തി കളഞ്ഞിട്ട് അവിടെ ചകിരിച്ചോറും ചാണകവും തേച്ച് ചുറ്റും കെട്ടിയതാണ്. അതാ അതിന് മുമ്പ് അതിൻ്റെ താഴെയായിട്ടൊരു കിളിർപ്പ് വന്നിരിക്കുന്നു. ദീർഘകാലമായിട്ട് ഇവിടെ ഇങ്ങനെ കിളിർപ്പ് ഇല്ല വന്നിരിക്കുന്നു. രണ്ടാമത് ഒരു കിളിർപ്പ് ഇവിടെ ഉണ്ടാവും. ഇതിൽ പറയുന്നത്, ഇതിൽ ഒരു വെസ്റ്റേൺ വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്തതാണ്. അതിൽ പറയുന്നത് ഇതിന് താഴെയായിട്ട് അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് ധാരാളം ചക്ക ഉണ്ടാകുന്നതാണ്. ഈ പ്ലാവിന് ചക്ക ഉണ്ടാവാറില്ല. വളരെ ഉയരത്തിലായതുകൊണ്ട് പറിക്കാൻ എളുപ്പമല്ല. വളരെ ഉയരമുള്ള ഒരു പ്ലാവാണ്. എന്തായാലും ആ മോതിര വളയം അർത്ഥവത്തായി ഉപയോഗപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ഇത് സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും അറിവിലേക്കായിട്ടാണ്.